പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അനീഷ. ഞാൻ ചാത്യാത്തിടവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ച് 5-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി എന്ന് വെച്ചാൽ 2019 മുതൽ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നടക്കാത്ത കാര്യങ്ങൾ സാധിക്കുമെന്നാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ പുറത്തേക്ക് പോകുക എന്നുള്ള ഇത് തന്നെയാണ് വച്ചത്. പോകുന്ന പ്രൊസീജിയർ തീരുന്നത് വരെയും നല്ലൊരു ജോലി ഇവിടെ ഉണ്ടാകുകയും വേണം, ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും അറിയാനും പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി ഉടമ്പടി പത്രം കൊണ്ടുവന്ന് വെറുതെ അതിൻ്റെ ഒരു കാര്യങ്ങളും മോർണിംഗ് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേട് എന്നുള്ളൊരു ഫീലായിരുന്നു. ഇതിനേക്കാളും ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു മുസ്ലിമാണ്, കൺവേർട്ട് ചെയ്ത് ഒരു 12 ഇയേഴ്സായി ഞാൻ ഇതിലേക്ക് വന്നിട്ട്. പക്ഷെ എനിക്ക് ബാക്കിയുള്ള വിശ്വാസങ്ങളെല്ലാം എനിക്ക് ഈശോയ വിശ്വാസമാണ്, അമ്മ മാതാവിന് വിശ്വാസമാണ്, ഞാൻ എന്നും പള്ളിയിൽ പോവും, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിനോട് എനിക്ക് അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ഏപ്രിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു ഈസ്റ്ററിൻ്റെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രിയത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളെ ഒത്തിരി അറിയുന്ന ഒരാളാണ്, എന്നിരുന്നാൽ പോലും അത്ര വലിയ ബന്ധുക്കളൊന്നും അങ്ങനെയല്ല. പുള്ളിക്കാരൻ വന്നിട്ട് പറയാണ്, ഒരു വിസ ഉണ്ട്, വിസ കൊടുക്കുന്ന ആളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അയാളോട് പറയാം, കുറച്ച് എമൗണ്ട് ആവും, എന്നാലും നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഈ ഉടമ്പടി പത്രം എടുക്കുകയോ വായിക്കുകയോ പ്രെയർ ചൊല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പറയുമായിരുന്നു, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, ഉടമ്പടി എടുത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വന്നത്, അല്ലെങ്കിൽ ഇയാൾ നമ്മളോട് ഇത് പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ ആ പ്രെയർ ഒന്നും ചൊല്ലാറില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ നമ്മളോട് അത് ചോദിക്കണേ. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് 2 ദിവസം അടുപ്പിച്ച് ഈ പ്രെയർ അങ്ങ് ചൊല്ലിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാൽ നീ ചൊല്ലിക്കോ, നീ അല്ലേ ഉടമ്പടി എടുത്തേന്ന് പറഞ്ഞു. ഞാനത് ചൊല്ലാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു അച്ഛൻ്റെ ടോക്കുകളൊക്കെ കുറേശ്ശെ കേൾക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ ഒട്ടും കേൾക്കാറില്ല, കാരണം എനിക്ക് അച്ഛൻ പറയണ പലതും മനസ്സിലാവാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേൾക്കാറില്ലായിരുന്നു. പിന്നെ ഈ പ്രെയർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറയുന്നത് എന്തോ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണെന്നുള്ള, ഓരോ ദിവസത്തെ ഓരോ ചൊവ്വാഴ്ചയും വരുന്നത് നമ്മുടെ ഒരാഴ്ചത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അച്ഛൻ നമുക്ക് പറഞ്ഞു തരണേന്ന് പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ടോക്ക് മുഴുവനും കേൾക്കാൻ തുടങ്ങി, മുമ്പുള്ളതും പഴയതും ഒക്കെ കേട്ടു തുടങ്ങി, സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. സാക്ഷ്യം കേട്ടു തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രെയർ ചൊല്ലാനുള്ള ഒരു എന്താ പറയുക, ഒരു അരൂപി നമുക്ക് കിട്ടി തുടങ്ങിയത്. ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഏജൻസിയെ പോയി കാണുകയും ഇതിന് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ജോലി പോകാൻ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാങ്ക് ബാലൻസോ ഇല്ലാത്തവരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് എവിടെ നിന്ന് ഇപ്പോൾ ഒപ്പിക്കും, ഹാഫ് പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 5 lakhs നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എവിടെ പോയി ഒപ്പിക്കാനാണെന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് കൃപാസനത്തിൽ ഒരിക്കൽ കൂടി നല്ലവണ്ണം പോയാലോ, നമ്മൾ ഇതുവരെ ഒരുക്കം ഇല്ലാതെയല്ലേ പോയത്, അപ്പോൾ നമുക്കൊന്ന് ഒരുക്കത്തോടു കൂടി പോയി നോക്കിയാലോ, ഒരു വിശ്വാസത്തോട് പോയാലോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കാറെടുത്ത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ആ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഈ ഏജൻസിയെ കാണുന്നതിന് മുമ്പ് നമ്മൾ 2-3 ബാങ്കുകളിലെല്ലാം ഈ കാശിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. എല്ലാ ബാങ്കും വെരിഫിക്കേഷനിൽ റിജക്ഷൻ. ഒരു 3-4 ബാങ്കെങ്കിലും അങ്ങനെ റിജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാനായിട്ട് ഈ കാറിൽ കയറി ഞങ്ങൾ 1 കിലോമീറ്റർ ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണ്, സാറിന് താല്പര്യമുണ്ടോ, ഒരു 4.5 lakh നിങ്ങൾക്ക് അപ്രൂവലായി കിടപ്പുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് മതി, ഇത് ഞങ്ങൾക്ക് സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ വരുന്നത് മെയ് 18-ാം തീയതിയാണ് ഞാൻ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചത്. ആ വഴിയിൽ വെച്ച് വണ്ടി ഒതുക്കിക്കൊണ്ട് തന്നെ ഈ മറ്റ് ബാങ്കുകൾക്ക് അയച്ചു കൊടുത്ത അതേ ഡോക്യുമെൻറ്റ്സാണ് ഇവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. മെയ് 19-ാം തീയതി മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിന് എഴുതിയിട്ടിട്ട് പോയായിരുന്നു, നിയോഗ പ്രാർത്ഥന പോലെ എഴുതിയിട്ടിട്ട് പോയായിരുന്നു. 19-ാം തീയതി 5:30 ആയപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സർ ലോൺ പാസ്സായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കൊന്തയിൽ എൻ്റെ പേര് വിളിച്ച് പറയുന്ന സമയത്താണ്
ഹസ്ബൻഡിന് ലോണ് പാസ്സായത്. ആ സമയത്ത് നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4 ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി. അങ്ങനെ ഞങ്ങൾ ആ കാശ് ആ ഏജൻസിക്ക് കൊടുക്കുകയും അതിനുശേഷം പിന്നെ ഒരു വിശ്വാസം വന്നു, ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുംതോറും അത് തട്ടി മാറ്റി കളയാതെ മാതാവ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഏജൻസിക്ക് കാശ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്നു വെച്ചാൽ തൊട്ടടുത്ത മാസം തന്നെ ഈ ഏജൻസിക്ക് കാശ് കൊടുത്തതിൻ്റെ അടുത്ത മാസം തന്നെ ഹസ്ബൻഡിൻ്റെ ജോലി പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്കും ജോലിയില്ല, പുള്ളിക്ക് ജോലിയില്ല, 3 കുട്ടികൾ, എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇതുവരെ ഇപ്പോൾ 1 വർഷമാവുന്നു. ഇതിൻ്റെ പ്രൊസീജിയർ കെയർ ഹോം വിസ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ കുറച്ച് ലാഗ് ചെയ്താണ് പോണെങ്കിലും 2 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാശ്, അത് എങ്ങനെയാണെന്നറിയില്ല, ഏകദേശം ഒരു 35,000 രൂപയോളം ഞങ്ങൾക്ക് ലോൺ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. പക്ഷെ അത് ഒന്നുകിൽ ഒരു ലോണായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ നേരത്തെ കൊടുത്തവരായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ ഇങ്ങോട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരായിരിക്കും. പക്ഷേ ഇങ്ങോട്ട് സഹായിക്കാനാണ് ആൾക്കാർ വരുന്നത്. അപ്പോഴും നമ്മൾ പറയുമായിരുന്നു, മാതാവേ ഉടമ്പടി എടുത്തേണ്, ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൈനീട്ടാൻ വയ്യ. അത് ഞങ്ങൾക്കൊരു നാണക്കേടായിരുന്നു. കാരണം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ ഒരു രീതിയിലായതുകൊണ്ട് നമുക്ക് ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കാശില്ലാന്ന് പറഞ്ഞ് ചോദിക്കാൻ മടിയാണെന്ന് എപ്പോഴും മാതാവിനോട് മോർണിംഗ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കാശിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, ഒന്ന് അക്കൗണ്ട് നമ്പർ അയച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച് പല മിറാക്കിൾ പോലെ തന്നെ പൈസകൾ വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഈ സെപ്റ്റംബർ 1-ാം തീയതി 5-ാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ ലോണുകളെല്ലാം അടയ്ക്കണം. വീട്ടിലാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടിലുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ വെറുതെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു ലിങ്ക് എൻ്റെ ഫോണിലേക്ക് വരുവാണ്. ആ ലിങ്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് കിട്ടുമോ, ഒരു ഇൻസ്റ്റൻറ്റ് ലോണായിട്ടാണ് അത് വന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പോൾ പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും വേണം, ആദ്യത്തെ ദിവസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള എല്ലാം വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി വഴിയിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതുവരെ ആ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം വെറുതെ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് നിന്ന് 1,26,000 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ലോണ്, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഡിസംബർ വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ 2 മാസം കൂടുമ്പോൾ എങ്ങനെ ലോൺ അടയ്ക്കും, എങ്ങനെ ഫീസ് അടയ്ക്കും എന്നുള്ള രീതിക്കെല്ലാം മാതാവ് ഒരു വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലാസ്റ്റ് ടൈം ഹസ്ബൻഡ് നാളെ രാത്രി 1 മണിക്കാണ് UK പോകുന്നത്. ഇതിനിടയ്ക്ക് വിസ റെഡിയായി, വിസയുടെ കാര്യങ്ങളെല്ലാ പ്രോസസ്സും മാതാവും ഈശോപ്പയും കൂടി എല്ലാം ശരിയാക്കി തന്നായിരുന്നു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു.